ഇന്നിപ്പോ ഇത്തിരി ആശ്വാസം ഉണ്ടല്ലേ? ക്ലീറ്റസിനെ കൊണ്ടാ? ക്ലീറ്റസിനെ കൊണ്ടല്ലടോ, മറ്റേ തുടങ്ങി വരാനൊഴിവില്ലാതെ വിളിയോട് വിളിയല്ലേ. കരണ്ടിന്റെ കാര്യമല്ല, എപ്പോ വേണേലും വിളി വരും. എന്താ മാവാ നിനക്ക് അതിന് വേണ്ടി ഞാൻ എന്ത് ദ്രോഹം ചെയ്ത്? എന്താ പ്രശ്നം? നീ കൂടുതൽ അഭിനയിക്കരുത്. എന്തിനാണ് നീ എന്നോട് ഈ കൊലച്ചത് ചെയ്ത്? നിനക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്ത്? ഒന്നുമില്ലെങ്കിൽ നിന്റെ പെങ്ങളെ ഭർത്താവാണ് ഞാനെന്തെങ്കിലും നീ ആലോചിക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ അത് പറ ക്ലീറ്റസ്, എനിക്ക് മനസ്സിലാവണില്ല. നീ മിണ്ടായിരിക്കും, ഞാൻ പറഞ്ഞോളാം. അമ്മാവ, ഇവൻ വരുന്നവരെ അവിടെ അലമ്പുണ്ടാക്കിയിട്ടല്ലേ ഇവൻ വന്നത്, പിന്നെ ഇവിടെയും വന്ന് അലമ്പുണ്ടാക്കണോ? സംസാരിക്കരുതേ. എന്റെ ഫാസിൽ അനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ പറയാം. നീ ഇത് എന്ത് പണിയാടാ കാണിച്ചു? അവൻ ദേഷ്യം പറഞ്ഞാൽ എന്താ തെറ്റ്? എത്ര വർഷമായിടാ അവൻ ഈ കതറിട്ട് രാഷ്ട്രീയ പരിപാടിക്ക് നടക്കുന്നു. ഇപ്പൊ അവനൊരു ഭാവി ഉണ്ടാവുമ്പോ അത് അറിഞ്ഞുകൊണ്ട് നീ അത് തുലയ്ക്കാൻ നിന്നില്ലേ? അമ്മാവ, നിങ്ങൾ എന്താ കാര്യം എന്ന് വിചാരിച്ചാ പറ, എനിക്ക് മനസ്സിലാവണില്ലാന്ന്. നിനക്കൊന്നും അറിയില്ല, നീ അഭിനയിക്കരുതേ കൂടുതൽ. ക്ലീറ്റസ്, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ഓഫീസാണ്, വെറുതെ വന്ന് ബഹളം ഉണ്ടാക്കാൻ കാര്യം എന്താന്ന് പറ. അമ്മാവ, സന്തോഷമായിട്ടാണ് കനകം വന്ന് പറഞ്ഞു ഇവനിക്ക് ഈ സ്ഥാനം കിട്ടുന്ന കാര്യം. സന്തോഷമൊക്കെ ഉണ്ട് അവന്റെ ഉള്ളില്. അവന്റെ ഉള്ളില് സന്തോഷം വേറെയാണ്. എടാ ക്ലീറ്റസ്, നീ മിണ്ടാതിരിക്കും, ഞാൻ പറയട്ടെ. ഇവന്റെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ആ സേവിയർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? ആ സേവിയറിനെ അറിയാലോ. അത് അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ എന്ത് പണിയാ കാണിച്ച്? എന്താണ്? എടാ, ഇവനെ ഇന്ന് ജില്ലാ മെമ്പർ ആക്കാൻ പേര് നിർദ്ദേശിക്കുന്നത് ആരാ? ജില്ലാ സെക്രട്ടറി സേവിയർ അല്ലേ? അത് അറിഞ്ഞുകൊണ്ട് ആ സേവിയറുടെ ഫാമിലെ കറണ്ട് നീ എന്തിനാ കട്ട് ചെയ്ത്? മറ്റേ സേവിയർ. അമ്മാവ, അത് ഇന്റലിജൻസ് പൊക്കിയതാണ്, കറണ്ട് മോഷണം. എടാ, മോഷണം ചെയ്ത് നിന്റെ ഒന്നും വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ, സർക്കാരിന്റെ കറണ്ട് അല്ലേ? സർക്കാരിന്റെ കറണ്ട് ആളുകൾ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഇത് കാര്യം എന്താന്ന് പറയട്ടെ ഞാൻ. ഈ മറ്റേ സേവിയർ എന്ന് പറയുന്ന കക്ഷി ഫാം ഹൗസിന്റെ കണക്ഷൻ എടുത്തിട്ട് ഈ വൈദ്യുതി വേറെ പല പരിപാടികൾക്കും വേണ്ടിയിട്ട് അയാൾ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ വൈദ്യുതി ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് അന്വേഷണത്തിൽ പിടിച്ചിട്ടാണ് ഇപ്പൊ ആ കണക്ഷൻ കട്ട് ചെയ്യിപ്പിച്ചത്. അല്ല, അങ്ങനെയൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെയാണോ ഈ സേവിയറിന്റെ കറണ്ട് ഇന്നലെ തന്നെ കട്ട് ചെയ്യല്? ഇവന്റെ ഒരു ഭാവി ആലോചിച്ചിട്ട് ഒരു ദിവസത്തിനൊന്ന് കണ്ടിയുമ്പോ എന്താ? എന്റെ അമ്മാവ, ഇത് ഇന്ന ആളുടെ ഞങ്ങൾക്ക് അറിയില്ല. 10-12 പേരുടെ ലിസ്റ്റ് ഉണ്ടായി, ഒരാളാ സേവിയർ. അവിടുന്ന് കൺസ്യൂമർ നമ്പർ തരും, ആ കൺസ്യൂമർ നമ്പർ നമ്മൾ പോയിട്ട് അതാണ് കട്ട് ചെയ്യണേ. എന്നാ നീ അങ്ങനെയൊക്കെ പറഞ്ഞോ. പക്ഷെ അയാൾ എന്താ വിളിച്ചു പറഞ്ഞെന്നറിയോ? നിന്റെ അളിയെ മനഃപൂർവ്വം കറണ്ട് കട്ട് ചെയ്തു, അതുകൊണ്ട് ഇവനായിട്ടുള്ള ലോക്യം പോലും ഇല്ലാണ്ടായിരിക്കണം. ഇനി ഇവന്റെ പേര് പറയുന്നത് നിങ്ങൾ അറിയോ? ഇത് മോഷണമാണ്, മോഷണം. ഇതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാവ്, ഇതിലെന്ത് ചെയ്യാൻ പറ്റും? അവര് മേലുദ്യോഗസ്ഥന്മാരൊക്കെ രാഷ്ട്രീയ പിടിപാടായിട്ട് ഇത് അങ്ങോട്ട് മാറ്റിമറിക്കും. അങ്ങനെ മാറ്റിമറിച്ചു കഴിഞ്ഞാൽ അവര് രക്ഷപ്പെടും. നിങ്ങൾ സാധാരണ പണിക്കാർ വല്ല അട്ടപ്പാടിയിലും പോയി ജോലി ചെയ്യേണ്ടി വരും. കനക, ഇതിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ സേവറിയേട്ടന്റെ കാര്യം സെറ്റിലായി. മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പിഴ അടപ്പിച്ച് സാധനം ഒക്കെ ഉണ്ട്, കണക്ഷൻ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. എന്നാ പിന്നെ ക്ലീറ്റസ്, നീ ഒരു ടെൻഷൻ അടിക്കണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ പോയിട്ട് കണക്ഷൻ കൊടുക്കാം. ഒരു കാര്യം ചെയ്യ്, വൈകിക്കണ്ട. നിങ്ങൾ നമ്മളൊരു 3 മണിക്ക് പോയി കൊടുക്കാം. വേണ്ടെന്ന് ഇപ്പോഴേ പോ, എന്നാ കൊടുക്ക, ഇവന്റെ ഒരു കാര്യമല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ നേതാവിനെ വിളിച്ചു പറ, കറണ്ട് കൊടുത്തു കഴിഞ്ഞു, ഒരു പ്രശ്നമില്ല, അതൊക്കെ ഞാൻ ചെന്ന് സോൾവ് ചെയ്തു എന്ന് പറ. വേണ്ട, നീ വിളിച്ചു പറഞ്ഞാണ്. നമ്മുടെ കാര്യം കൊണ്ട് ഇവന് സെക്രട്ടറി ആയിരിക്കണ്ട. സേവരേട്ടാ, അവിടെ ഫാം ഹൗസിൽ കറണ്ട് വന്നു കേട്ടോ. ഇല്ല, സത്യം. ഞാൻ നേട്ട ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് അളിയനെ കണ്ടു. അതെ, അളിയൻ ഇന്നലെ ചെറിയൊരു അബദ്ധം പറ്റിയതാ, ആള് മാറിപ്പോയതാ. സേവരേട്ടനാണെന്ന് അറിഞ്ഞില്ല, നമ്മളെ സേവരേട്ടനാണെന്ന് അവന് പറ്റി. ഞാനിപ്പോൾ കൊടുത്തു, വഴക്കും കൊടുത്തു, ചെവിയിലൊരു കിഴക്കും കൊടുത്തു. ഒരു കണക്ട് ചെയ്തിട്ടുണ്ട്. ശരി അതെ, വരുന്നു. ഇപ്പം എത്തും. ശരി കേട്ടോ. ഓക്കെ. സമാധാനായി. നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയിട്ട് മനഃപൂർവ്വം ചെയ്താണെന്ന് കരുതിയിട്ട് ഞാൻ വന്നത്. അങ്ങനെയൊന്നുമല്ല, ഇതിപ്പോ അവര് വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ ഫൈൻ അടച്ചോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമുക്ക് കൊടുക്കാം, പെട്ടെന്ന് കൊടുക്കാം. എന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ തീ തിന്ന് സത്യം പറഞ്ഞു. അല്ലടാ, ഈ സേവിയർ ഇപ്പൊ ഈ പ്രശ്നമൊക്കെ സോൾവ് ആയ സ്ഥിതിക്ക് നിങ്ങൾ തമ്മിൽ വൈരാഗ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലെങ്കിൽ അങ്ങനെയല്ല, ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു കാരണം മതി. ഇത്രയും നേതാവായിരുന്നിട്ട് സ്വന്തം അളിയനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നാട് നിയന്ത്രിക്കണോ എന്നൊക്കെ അയാൾ വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ പോയില്ല. നാട്ടിലൊരു സംസാരമുണ്ട്, ക്ലീറ്റസിന് ഇത് കിട്ടും. അതെല്ലേ? കേട്ട് ഇപ്പൊ ഒന്ന് പോയിട്ട് ഒന്നുകൂടെ പറയണം, ആള് മാറിപ്പോയതാണ്, അല്ല ഒരു ചായ വിളിയുടെ ഇടയിൽ അതൊക്കെ സോൾവ് ആവും. ഞാൻ ഇറങ്ങട്ടെ, പ്രാർത്ഥിക്കണേ. പിന്നെ ഉറപ്പായിട്ട് വാ. ഒന്നും പറയാനില്ലടാ, മൂപ്പര് അത് സമ്മതിച്ചു, ആ ഗ്രൂപ്പ് തന്നെ സ്ട്രോങ് നീയാവും. നീ വിട്ടോ, ഞാൻ വരാം. അല്ല അമ്മ മോളില്ലേ? അല്ല, ഞാനേ വീട്ടിൽ പോയി ചേച്ചീനൊന്ന് കണ്ടിട്ടേ പോണു. അപ്പൊ മനസ്സിനൊരു സമാധാനായി. അവിടെ ചേച്ചി ആകെ ടെൻഷൻ അടിച്ചിരിക്കാവും. നിങ്ങളിങ്ങനെ പോകുന്നതല്ലേ, ഇവൻ ഈ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത്. ഒരു പാന്റ് ഷർട്ട് കൊടുക്കട്ടെ, അല്ല ഇത് വിട്ട് ഇവിടെ ഇരിക്കും. തമാശ. പിന്നെ സെക്രട്ടറി എന്റെ പേര് നിർദ്ദേശിച്ചപ്പോ നമ്മളെ വർഗീസ് ഉണ്ടല്ലോ, ഭയങ്കര ഓപ്പോസിഷൻ എനിക്കെതിരെ. അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. സെക്രട്ടറി വീട്ടിലാണ്, അച്ഛൻ നമ്മളെ ആളായോണ്ട് പിന്നെ അതിന് വലിയ പ്രശ്നമുണ്ട്. പിന്നെ നിറയ
വൈകിട്ട് ചന്തമുക്കില സ്വീകരണം നടക്കുമ്പോ എന്നെ സ്വാഗതം ചെയ്യല്ലോ സെക്രട്ടറി. ആ സമയത്ത് നല്ലൊരു ഗുണ്ട് പൊട്ടണം. പൊട്ടുവോ? എവിടെ നിന്ന് സമയത്ത് പൊട്ടണം. അല്ല അന്നത്തെ മറ്റേ ബക്കറ്റ് ബിരിയാണി ഓട്ടാനുള്ള ബക്കറ്റായിട്ട് വന്നില്ലേ, അതുപോലെ ആവരുത്. അത് അന്നല്ലേ ഇത് ഇന്നല്ലേ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിക്കായിട്ട് അങ്ങ് നിൽക്കും. നീ ഇങ്ങനെ നിന്നാ പോരാ കേട്ടാ. പിന്നെ അവിടെ കൂടുന്നവർക്ക് ലഡു കൊടുക്കണം പ്രസാദ്. ഒരു 250 ആയിക്കോട്ടെ. അത് കുറയ്ക്കണ്ടേ ഇനി അതിന് വേണ്ടിയിട്ട്. പിന്നെ ഫ്ലെക്സ് എല്ലായിടത്തും വെച്ചല്ലോ. 2 ഫ്ലെക്സ് എനിക്ക് നീ തരണം. ഒന്നുമല്ല, വീട്ടില് തക്കളി മോക്ക് വരെ നിർബന്ധം. അച്ഛൻ്റെ 2 ഫ്ലെക്സ് അവിടെ ചെവറിലൊട്ടിക്കണം. അത് നീ വേറെ. പിന്നെ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ സെക്രട്ടറിയുടെ വണ്ടി കൂടെ അങ്ങ് പോകും, വീട്ടിലേക്ക് വരും. കാരണം ബാക്കി വൈകിട്ട് വീട്ടിൽ ചെറിയ പരിപാടി പായസമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ നോക്കി നിൽക്കണ്ട, നേരെ അങ്ങോട്ട് വരിക, പായസം കുടിക്കാൻ അവിടെ എത്തിക്കണം. അയ്യോ അടയല്ല കടല, നീ അടക്കവഴി കിണുങ്ങും പോലെ കിണുങ്ങി വിളിക്കാതെ പെട്ടെന്ന് ആവട്ടെ. പോ കാര്യങ്ങളൊക്കെ ഉഷാറാക്കും കേട്ടാ. വണ്ടി പോടാ, പോ അങ്ങോട്ട്. പൈസ ഞാൻ തന്നത് മറന്നുപോയല്ലേ, കൊള്ളായി.